ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം ദേ കണ്ടോ, നമ്മളുടെ അടുത്ത് കുറേയധികം മുളകൾ, പലതരത്തിലുള്ള മുളകൾ ഇപ്പോൾ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് വിളവെടുക്കുകയാണ്. കൂട്ടത്തിൽ അതല്ല പ്രധാന കാര്യം, നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ വീട്ടിലൊരു കാന്താരി ഉണ്ടെങ്കിൽ പോലും, ഇത് നമ്മുടെ വെള്ള കാന്താരിയാണ്, ഒരു കാന്താരി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ കുരു എടുത്ത് പാകി കഴിഞ്ഞാൽ പല ആളുകൾക്കും പിടിച്ചു കിട്ടത്തില്ല. അപ്പം ഞാനൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓരോ മുളകും എങ്ങനെ പാകി കിളിപ്പിക്കുക എന്നാണ് ഇന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് നമ്മളുടെ നെയ്മുളകാണ്. അപ്പം നെയ്മുളക് നമുക്ക് ആദ്യം കുറച്ച് വിളവെടുക്കാം. ഇത്രയും പഴുത്ത് പരുവമാകുമ്പോഴാണ് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. മുളക് കൊല്ലയിൽ നിർത്തി പഴുപ്പിക്കുകയാണെങ്കിൽ മുളക് കൊല്ലയുടെ ആയുസ് കുറയുമെന്നാണ് പറയുന്നത്. വിത്തിനായതുകൊണ്ടാണ് ഇത്രയും അധികം നിർത്തി പഴുപ്പിക്കുന്നത്. തേണ്ടേ, ഇത് നെയ്മുളക് ചുമപ്പാണ്. ഇപ്പോൾ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുളക്. ഇത് ഹെബനാരോ റെഡാണ്. ഇതിന് പ്രത്യേകിച്ച് പാൽമണമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ടൈപ്പ് സാധാരണ ഉണ്ടമുളക് പോലെയുള്ള ഒരു മുളകാണ്. ഇത് സെറാമുളകാണ്. നല്ല എരിവുള്ള സെറാമുളകാണ്. ഇത് തേണ്ട എരിമുളക്, നല്ല എരിവാണിതിന്. എന്നാൽ ഇതിൻ്റെ വലിപ്പം വളരെ കുറവായിരിക്കുമേ. ഇതാണ് എരിമുളക്. എല്ലാം പാകി അടുത്ത സെക്ഷൻ കൃഷി ആരംഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പഴുക്കാനായിട്ട് നിർത്തിയിരുന്നതാണേ. അപ്പം എല്ലാം കൂടി ഒന്നിച്ച് പാകി ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളുടെ ബുള്ളറ്റ് മുളകാണ്. നിറച്ച് മുളക് ഇങ്ങനെ കൊലകൊലയായിട്ടുണ്ടാകുന്ന ബുള്ളറ്റ് മുളക്. അത് നമ്മൾ കുറച്ച് ഇതിനു വേണ്ടി നിർത്തിയതാണ്. ഇത് നീലമുളകിൻ്റെ പാകി കിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ കളറാണ്, വയലറ്റ് കളർ. പർപ്പിൾ വയലറ്റ് ഇതുപോലെ വരും. ആദ്യം കുഞ്ഞിലെ നല്ല നീല കളറായിരിക്കും, പിന്നെ വരുന്നതിനനുസരിച്ച് മഞ്ഞയും ചുമപ്പും ഡാർക്ക് കളറും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇങ്ങനെ മാറുവേ. ഇപ്പം കാണിച്ച സെയിം നീലമുളക് തന്നെയാണ് ഇതിൻ്റെ. ഇതും നമ്മൾ ഇപ്പോൾ കുറേ നമ്മൾ പാകും. കുറച്ചധികം നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തൊട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പാകുമ്പോഴും കുറച്ച് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് കൊടുക്കും. ഇത് ഒത്തിരി കിട്ടാനില്ല, അതാ കാര്യമേ. അപ്പോൾ ഇതിനിയും പുതിയതാക്കി കഴിയുമ്പം ചോദിച്ചാൽ എല്ലാവർക്കും തരാൻ കാണും. ഇത് റെയറായിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ നമ്മുടെ കിട്ടുന്നില്ലേ. ഇത് നമ്മുടെ ബ്ലാക്ക് കാന്താരിയാണ് കേട്ടോ. ഇത് പഴുത്തിട്ടില്ല. പഴുത്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളറിൽ വ്യത്യാസം വരുവേ. ഇതും പഴുക്കാറായിട്ടുണ്ട്. ഇത് നമ്മളുടെ നെയ്മുളക് തന്നെയാണ്. നമ്മളുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ 400-ലധികം വെറൈറ്റി വിത്തുകൾ സെയിലിനുണ്ട്. അതുപോലെ തന്നെ 25-ലധികം വെറൈറ്റി ആയിട്ടുള്ള മുളക് വിത്തുകളും നമ്മളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് തന്നെ കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യണേ. വിളിച്ചാൽ എടുക്കാൻ പറ്റുകയില്ല, കാരണം ഞാൻ തന്നെയാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോളുകൾ എടുക്കുകയില്ല. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് തന്നെ വേണം ഓർഡർ എടുക്കാനായിട്ടേ. നമ്മളിപ്പോൾ കുറച്ച് ഇനങ്ങളുടെ പഴുത്തത് വിത്ത് പാകി കിളിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ഒന്നിച്ചാകാതെ മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോഴത്തേന്. ഇനിയും ഇതെങ്ങനെയാണ് എളുപ്പം നമുക്ക് പിടിച്ച് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ട ഈ നെയ്മുളക് തന്നെ പാകാനായിട്ട് എടുക്കാം. നമ്മളുടെ വീട്ടിലുള്ള മുളകുകൾ പിന്നെ നമുക്ക് തൈകൾ പിടിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യണം, കാരണം നല്ല പുകച്ചിലായിരിക്കും, അല്ലെങ്കിൽ കൈ നീറും. കണ്ടോ. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഓരോ വിത്തുകൾ എടുത്തിട്ട് ഇവിടെ ട്രേയ്ക്കകത്ത് ഞാൻ ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളോട് വിത്ത് വാങ്ങിക്കുന്നവരുടെ അടുത്ത്, അറിയാത്തവരുടെ അടുത്ത് എങ്ങനെയാണ് പാകുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങോട്ട് നോക്കിയേ, ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അതായത് വളങ്ങളെല്ലാം ഉള്ള ചെടിക്കുന്ന വിത്തിന് നല്ല രീതിയിൽ വളർന്നു വരാൻ പറ്റുന്ന, വേരോട്ടം കിട്ടുന്ന, ഓക്സിജൻ സർക്കുലേഷൻ കിട്ടുന്ന ചകിരിച്ചോറിനെ ഫലപുഷ്ടിയുള്ള കമ്പോസ്റ്റാക്കി മാറ്റിയിട്ടുള്ള ഇത് നമുക്ക് വിത്ത് പാകാനായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണിത്. ഇതിനകത്താണ് നമ്മൾ വിത്ത് പാകുന്നത്. നമ്മൾ ട്രെയിൽ ഇതുപോലെ നിറച്ചിട്ടുണ്ട്. ഓരോ വിത്തും സെപ്പറേറ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഏറ്റവും മുകളിലാണ് വിത്തിടുന്നത്. കണ്ടോ, ട്രെയിൽ നന്നായിട്ട് കമ്പോസ്റ്റ് നിറച്ചു, ഏറ്റവും മുകളിൽ വിത്തിട്ടു. ഞാൻ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണങ്ങിയെടുക്കാനൊന്നും നിൽക്കുകയല്ല. ഇതുപോലെ പറിച്ചെടുക്കുക, അപ്പോൾ തന്നെ പാകുക. കണ്ടോ, ഇത് ഏറ്റവും മുകളിൽ വിത്തിട്ടു. അതിന് ശേഷം
ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇതേണ്ട ഇതുപോലെ തന്നെ കിടന്നാൽ മതി. പക്ഷെ നമ്മൾ വളരെ ലൂസായിട്ട് കുറച്ച് പോട്ടി മിക്സ് ഇത്രയും അതിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോഴത്തേന് വിത്ത് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ സൂക്ഷിച്ച് സ്പ്രേ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേസമയം നമ്മൾ സ്പീഡിലൊക്കെ ചെയ്തിട്ട് പോകുമ്പോഴത്തേന് വിത്ത് തെറിച്ച് പോകും, അത് മിസ്പ്ലേസ് ആകും. അതുകൊണ്ട് ഇതുപോലെ വളരെ ലൂസായിട്ട് മാത്രം ഇതിൻ്റെ പോട്ടി മിക്സ് ഈ കമ്പോസ്റ്റ് തന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കല്ല, വിത്ത് ചീഞ്ഞു പോകും. രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ഇതിനെ എടുത്ത് വെക്കുക. അതുപോലെ നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. ഇത് കണ്ടോ, ഇത് നമ്മൾ അതുപോലെ പാകി കിളിപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ വയലറ്റ് ഉണ്ടമുളകാണ്. ഇത് ഏകദേശം 22 ദിവസത്തോളം ആയിട്ടുള്ളതാണ്. ഇനിയും കണ്ടു ആ സമയമായിട്ടും ഇത്ര ആയിട്ടുള്ളൂ ഇതിൻ്റെ വലിപ്പം. ക്യാരറ്റ് മുളകൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും 10ഉം 12ഉം ദിവസം എടുക്കും അതൊന്ന് മുളച്ച് കയറി വരാനായിട്ട്. മുളകിനും വഴുതനയ്ക്കും ഒക്കെ അങ്ങനെ ഇച്ചിരി താമസം വരുന്നുണ്ടേ. അപ്പം ഇതുപോലത്തെ വിവിധ തരത്തിലുള്ള മുളകുകളുടെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.